ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ആഷിദ് ബ്രോ വീണ്ടും ഒരു ഗെയിമിംഗ് വീഡിയോയുമായി. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മിനി മിൽട്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ കളിക്കുക, ഞാൻ ക്രോസ് ഫയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാറ്റിൽ ഞാൻ അക്ഷിത് ബ്രോ യൂട്യൂബ് നിങ്ങൾ മേലെ തന്നെ കാണുന്നുണ്ടാവും. പിന്നെ ഇതാരാ, ടിൻറ്റർ പരം സിംഗ് X1 പള്ളിച്ചട്ടമ്പി ഫാദർ ഓഫ് മിനി മിൽട്ടിയ. ശരിക്കും 6 ആൾ വേണം, പക്ഷെ 5 ആളെ കിട്ടിയുള്ളൂ. അപ്പോൾ 5 ആളെ വെച്ച് നമുക്ക് കളിക്കാം. ഇനി നിങ്ങളൊക്കെ കാണാൻ പോകും എൻ്റെ കളി, എൻ്റെ മൂഞ്ചിയ കളി. കാരണം ഞാൻ മിനി മിൽട്ടിയിൽ അത്ര വലിയ പോയല്ല. ഞാൻ 2 ആഴ്ച ആവാനായിട്ടേ ഉള്ളൂ. ഞാൻ വെറുമൊരു ഒരു സ്പെഷ്യലിസ്റ്റാണ്. അത് വെറുതെ പറയുന്നതാണ്, എന്നാലും ഞാൻ അത്ര വലിയ സ്പെഷ്യലിസ്റ്റ് ഒന്നുമില്ല. എൻ്റെ അമ്മേ, ഞാനിപ്പോൾ താഴെ അയ്യോ പോയി ഈശ്വര, രക്ഷപ്പെട്ടു. താഴെ പോയിട്ട് എൻ്റെ ഷൂസ് എങ്ങാനും ചാർജ് ഇല്ലാണ്ടായിപ്പോയാലും ഞാൻ തീർന്നു. ഇതെന്താനങ്ങാത്ത ഈശ്വര, ഞാൻ പെട്ട് അതൊക്കെ കയറി അമ്മേ. അയ്യോ രക്ഷിക്ക്, ബായ്, രക്ഷിക്ക്, എന്നെ കൊന്ന്. അയ്യോ കുറച്ചനെ. ഞാൻ സൂസൈഡ് ചെയ്തോന്നാ, ഉരുട്ടിയിട്ട് കൊല്ലം ചെയ്ത് സൂസൈഡ് ചെയ്തിരുന്ന അടിച്ചിട്ടുണ്ടല്ല എന്നെക്കൊണ്ട്. എൻ്റെ അമ്മ അൺലോക്ക് ഇൻ ക്രേറ്റ്സാ. പിന്നെന്തെന്നാ 3 എൻ്റെ അമ്പോ സ്നൈപ്പറിങ് എടുക്കാം. ഞാനെത്തിയ ഇല്ല, എന്നെ കൊല്ലാൻ നോക്കുന്നു, ഞാൻ കൊല്ലും. ഇനി പള്ളിച്ചട്ടമ്പിയാലും ഇതില്ല. എന്നെ കൊന്ന എന്തൊക്കെയായാലും ബ്രോ ഗായ്സ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എൻ്റെ ഏറ്റവും പുതിയ ലോങ് വീഡിയോ ആണിത്. കാരണം ഞാൻ 9 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് ഒക്കെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് 90 അല്ല, അങ്ങനെ റീൽസ് ഇട്ടിട്ടുണ്ട്. 10 മിനിറ്റ്സ് അങ്ങനെ ഒരുപാട് എന്നോട് മാറിപ്പോയതാണ്. 10 മിനിറ്റ്സ് 9 മിനിറ്റ്സ് ഒക്കെ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടില്ല 19 മിനിറ്റ്സ് ഒരു വീഡിയോ ഇടുന്നത്. എന്തായാലും അടിപൊളിയായിട്ട് എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, റിവ്യൂ തരിക, കമൻറ്റ് ചെയ്യുക. എൻ്റെ അമ്മയെ ഞാൻ വീണ്ടും ചത്തു. ഞാൻ ഫാദർ ഓഫ് മിനി മിൽട്ടി ഏതായാലും കൊന്നിട്ടുണ്ട്. അവൻ ഇടയ്ക്കുള്ള ഫാദറല്ല, അവൻ ഏറ്റവും താഴെയാണുള്ളത്. അപ്പോൾ ഓരോ മണ്ടൻ പേരും കൊണ്ട് പറഞ്ഞില്ല, എല്ലാത്തിനെയും കൊന്ന് തള്ളണം. എൻ്റെ അമ്മയെ പള്ളിച്ചട്ടമ്പി കേട്ടില്ല. അത് ഞാൻ ഫസ്റ്റ് കണ്ടത് ടിൻറ്റർ ബിക്കം ടെററിനാണ്. ശരിക്കും പിന്നെ മനസ്സിലായ ടിൻറ്റർ ബിക്കം മിഡിലിനാണ്. ഇവിടെ ആരും കൊണ്ടാ ഇല്ല. എൻ്റെ അമ്മേ, ഞാൻ സ്റ്റക്കായി പോയാ. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവാകാം, കലനീരായി മഴ. അയ്യോ അമ്മേ, രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ താഴെത്തി. അതാരോ വരുന്നുണ്ട്. ഓനെ തീർച്ചയായിട്ടും എന്നെ കണ്ടിട്ടുണ്ടോ? ഓൻ എന്നെ നോക്കി വരുന്നുണ്ട്. സാരമില്ല, എന്നാലും ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്യും. ഞാൻ ആരാന്നൊന്നും അറിയില്ല, എന്നെക്കുറിച്ചൊന്നും അറിയില്ല നിങ്ങൾക്കാർക്കും. ഞാൻ ആരാണ്? എൻ്റെ വീടാണ് കേരളം. ഞാനാണ് ബംഗാളി ബായ്. എന്നെ തൊട്ടാൽ തീരുമട. ഞാനാണ് അക്ഷിത് ബ്രോ യൂട്യൂബർ. യോ. അപ്പോൾ നമ്മൾ നല്ല റാപ്പ് സോങ് നോക്കിയിട്ട് നമ്മളെല്ലാവരെയും കൊല്ലാൻ പോവുകയാണ്. അക്ഷിത് ബ്രോ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫിയർ ചെയ്തോളാം. എൻ്റെ അമ്മയെ ഫിയർ ചെയ്യണ്ട, വെറുതെ പറഞ്ഞു. അതാ ഞാൻ പിന്നെയും ചത്ത്. 3-ാം സ്ഥാനം പോകാണ്ടെന്നാ മയ്യേ. ഇല്ല, ഞാൻ 2 ആളെ കൊന്നു. സാരമില്ല, എന്നെ മറ്റവനും കൊന്നു, ഞാൻ ഒന്നേയും കൊന്നു. എൻ്റെ നെഞ്ചത്തേക്ക് വലിഞ്ഞു കയറിയ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അത് ഗണ്ണിലോക്ക. ഓക്കെ, ഇത് വലിയ വീഡിയോ ആണല്ലോ. ഏതായാലും ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വോയിസൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബെങ്കിലും ചെയ്ത് തരണ്ടേ? അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും, അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടാൽ പുറമെ കാണുകയെങ്കിലും നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം ഗൈസ്. നമ്മുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹണ്ടർ അസസിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്ത ദിവസം തന്നെ എനിക്ക് 50 വ്യൂസ് ഒക്കെ കിട്ടി.
അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത്രയ്ക്കായില്ല. അപ്പോൾ ദേ നമ്മുടെ മാച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാ ജയിച്ചതെന്ന് നോക്കാം. എന്നെ എത്രയോ പ്രാവശ്യം വന്ന് വള്ളിച്ചട്ടമ്പി ഉണ്ടാക്കിയ മാർക്കാണ് ഗൈസ്. ആ 8ൽ 7 എന്നെ കൊന്നാണ് വള്ളിച്ചട്ടമ്പി ഉണ്ടാക്കിയത്. അത് വേറെ ഐഡിയ വന്നിട്ടാണ്. ആ 8ാമത്തെ മാർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു സ്റ്റാൻഡേർഡ് റേറ്റും 10 കോയിനും 10 XPയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടി കളിക്കാൻ പോവാണ്. ഇതെന്താണ് ഭായ്, തൊട്ടിട്ടൊന്നും വരുന്നില്ലല്ലോ. അതാ വന്നിട്ടുണ്ട്. അക്ഷിത് ബ്രോ യൂട്യൂബ്, ഗണീഷർ ഡാട്ട്, മലയാളിയൊക്കെ ഉണ്ട്. ഗഗൻ, സോറിങ് ബിഷോപ്പ്, ഇവൻ അസ്ഥി കൊടുത്തിട്ടുണ്ട്. ഇവൻ ഭയങ്കര ആളാണല്ലോ. പ്രൈവറ്റ് ഫസ്റ്റ് ക്ലാസ്സാ. ഞാൻ പ്രൈവറ്റ് ഫസ്റ്റ് ക്ലാസ് തന്നെയാ. സർജൻ്റ് മേജറെല്ലാം വന്നിട്ടുണ്ട്. എൻ്റെ ദൈവമേ. ഓക്കെ, ഞാൻ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇതിന് വോയിസ് കൊടുത്തതിന് ശേഷം എൻ്റെ അമ്മ അത് സർജൻ്റ് മേജറാ. താഴെപ്പോയി. അതാ ഞാൻ താഴെപ്പോയി. ജസ്റ്റ് മിസ്സാണ് ഗൈസ്. ഞാനിപ്പോൾ താഴെപ്പോയിനെ. എൻ്റെ ദൈവമേ, ഞാൻ പേടിച്ച് വരണ്ടു പോയി. അപ്പോൾ കുറച്ച് നേരം എല്ലാവരും കളി കാണും. എനിക്ക് അധിക നേരം വോയിസ് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ചെറിയൊരു തൊണ്ടയുടെ പ്രശ്നമുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയും. നോ പ്രോബ്ലം. എൻ്റെ അമ്മയെ താഴ്പോയി ഗൈസ്. ടെററിലാണ് ഞാൻ ടെറർ മൂഡില്ല. എല്ലാത്തിനെയും കൊന്നില്ലാണ്ടായി കളി. എൻ്റെ അമ്മയെ ഞാനിപ്പം കൊന്നില്ലാണ്ടായിപ്പോയി. എൻ്റെ ഒരു 5 ഡയലോഗ് അടിയും കൊണ്ട് ഞാൻ തന്നെ ചത്ത്. ഞാൻ ചത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ഞാൻ ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടു. ജസ്റ്റ് മിസ്സിന് രക്ഷപ്പെട്ടില്ല. അത് ലേശം കൂടി എൻ്റെ ലൈഫ് ഇപ്പം കുറയും. എന്നിട്ട് ഞാനിപ്പോൾ ഞാൻ കമ്മിറ്റഡ് സൂയിസൈഡ് ആയത് എൻ്റെ ലെവല് അല്ല. എൻ്റെ ദൈവമേ, കളി തുടങ്ങി. അടിച്ചങ്ങ് കൊല്ലി. വെറുതെ വാചകം അടിക്കും ഞാൻ. എൻ്റെ അമ്മേ, ജസ്റ്റ് മിസ്. വെറുതെ അതാരാ ബോംബെടുത്തല്ലോ എറിയുന്നു എൻ്റെ ഞാൻ കമ്മിറ്റഡ് സൂയിസൈഡാ. എപ്പോൾ എന്നെ ആരോ കൊന്നല്ലേ. ഓന് മാർക്ക് കൊടുക്കും മര്യാദയ്ക്ക്. ഇത് മര്യാദക്കുള്ള കളിയല്ല. ദിസ് ഈസ് നോട്ട്. എന്നെ ഇടയ്ക്ക് അച്ഛൻ വിളിച്ചായിരുന്നേ ഗൈസ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വോയിസ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഈ വോയിസ് പറയുന്ന ടൈമിൽ ഞാനൊരു സ്പെഷ്യലിസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞത്. ഞാൻ 2 ദിവസം കൊണ്ട് വെറും പ്രൈവറ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഞാൻ സ്പെഷ്യലിസ്റ്റായി. അപ്പോൾ അതിന് ഞാനിപ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ 2nd റാങ്കിൽ നിന്ന് ഞാൻ 7ാമത്തെ റാങ്ക് സ്പെഷ്യലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗണ്ണ് ഞാൻ എൻ്റെ കുറച്ച് ചേട്ടന്മാരുടെ കളിക്കുന്നത്. എൻ്റെ ഒരു കസിനിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അവരുടെ കൂടെ കളിക്കുമ്പോൾ ഈ ഗണ്ണൊന്നും ഞാൻ കണ്ടിട്ടില്ല. അന്ന് എൻ്റെ പേര് നൂബി എന്നായിരുന്നു. അപ്പോൾ അത് മാറ്റി ഞാൻ എന്തോ പേര് മാറ്റി മാസ്നാറ്റാക്കിയിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അൺഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡാക്കി. പിന്നെ ഞാനിങ്ങനെ പ്രൈവറ്റായിട്ട് കളിക്കാൻ തുടങ്ങി. അതായത് ഇപ്പം ഓൺലൈനിൽ വരുന്ന ആൾക്കാരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. പിന്നെ ഈ റേക്രട്ട് ക്രോ എന്ന് പറയുന്നൊരു പ്രോ പ്ലെയർ ഉണ്ട്. അധികം ഗെയിംസിൽ എന്നെ ഒന്ന് കൊല്ലും അച്ചങ്ങായി. അപ്പോൾ ഇപ്രാവശ്യം ഗെയിമിലുണ്ട് എല്ലാത്തിനെയും കൊല്ലുന്നതും ഞാൻ കാണുന്നുണ്ട്. റെക്രട്ട് ക്രോ കില്ലിഡ് എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. അച്ചങ്ങായി എന്നെയും കൊല്ലുമെന്നാണ് എൻ്റെ പേടി. അപ്പോൾ എന്നെ കൊന്നിട്ട് വെറുതെ. എൻ്റെ അമ്മ, ഇതെന്താ സാധനം? ഇത് മറ്റേ ഇലക്ട്രിക് ബോൾ. ഇത് മറ്റേ ഗണ്ണിന്ന് വരുന്ന സാധനമല്ലേ? ഇത് പ്രോസിന് മാത്രം കിട്ടുന്ന. അതാരാ? ചാമ്പ്യനാണോ? ഗണ്ണിഷാർ ഡാർട്ട്. അച്ചങ്ങായിൻ്റെ അടുക്ക് ചിലപ്പോൾ ഉണ്ടാവുക. ഇത് അച്ചങ്ങായി തന്നെ. അസ്ഥി കൂടത്തിൻ്റെ അടുക്കാനുള്ളത്. ഈശ്വരാ, ഇത് ഭയങ്കര ഗെയിം തന്നെയാണ്. ആ സാധനത്തിൻ്റെ റെഡിക്കോന്നുള്ളിൽപ്പെട്ട് കരിച്ച് കളി. ഗണ്ണിഷാർ ഡാർട്ടിൻ്റെ അടുക്കുള്ള സാധനം. റീക്രട്ട് ക്രോ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവനൊന്നുമില്ല, മറ്റേ ബോളെല്ലാം. പക്ഷെ റീക്രട്ട് ക്രോ എന്നെ കൊന്നെന്നാണ് തോന്നുന്നത്. ഓനല്ലേ ഉന്തിട്ട്. അവനെ കണ്ടിട്ട് നറൂട്ടോൻ്റെ അകത്തുള്ള കബൂട്ടുണ്ട് റീക്രട്ട് ക്രോ. അവൻ്റെ ഡിസൈൻ എല്ലാം അങ്ങനെയുള്ള. ഞാൻ ഒരു വലിയ നറൂട്ടോ ആനിമെ ഫാനാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലെയിനിങ് വീഡിയോസോ എല്ലാം വേണമെങ്കിൽ നിങ്ങൾ പറയുക. പക്ഷെ എനിക്ക് ലൈക്ക് തരണം, വ്യൂസും തരണം. അതെൻ്റെ ഒരു ഡിമാൻഡാണ്. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഇത് വലിയ വീഡിയോ ആണ് ഗൈസ്.
ഞാൻ ദേ വീണ്ടും ചത്തു. ഇപ്പം സമയം എത്രയായി? ഉറങ്ങാൻ നോക്കുമ്പോൾ വോയിസ് കൊടുത്തുള്ള പ്രശ്നം ഇത്. എൻ്റെ ദൈവമേ, മിനി മിലിറ്ററിയെ കളിച്ച് ഞാൻ ചാവാറായി. ഞാൻ പ്രോയായി പോയിട്ടോ. ഞാനെന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല. മാച്ച് കഴിഞ്ഞു. ഓക്കെ, എന്തെന്നാ ഇപ്പം കഴിഞ്ഞിട്ട് ഗണിഷാർ ഡാർട്ട്. അപ്പോൾ അവൻ്റെ കയ്യിലാണ് മറ്റേ സാധനം. അല്ല, അത് സോറിങ് ബിഷപ്പിൻ്റെ കയ്യിലാണ് മറ്റേ ഇലക്ട്രിക് ഗണ്ണുള്ള. എന്നിട്ട് എന്താ ചങ്ങായി കാണുന്നത്? ഒന്നും കൂടി കളിക്കണോ? അക്ഷിത് ബ്രോ യൂട്യൂബും ഗുങ്കാന മാതറ അത് കാട്ടില്ല. റീക്രട്ട് ക്രോ വീണ്ടും കളിക്കാനുണ്ട്. ഫൈറ്റിംഗ് റവനും മെർക്ക് ഹെഡ് ഹണ്ടർ. റീക്രട്ട് ക്രോ ഉണ്ടെങ്കിൽ ഇപ്രാവശ്യം അവനായിരിക്കും പ്രോ എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ നല്ല ആളൊന്നും ഇല്ലെങ്കിൽ റീക്രട്ട് ക്രോ ആയിരിക്കും. ഞാൻ എല്ലാ മാച്ചിലും ഈ ചങ്ങനെ കാണുന്നുണ്ട്. റീക്രട്ട് ക്രോ ജോയിൻ ദ ഗെയിം, ഫൈറ്റിംഗ് റവൻ ജോയിൻ ദ ഗെയിം. റീക്രട്ട് ക്രോ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ കൊന്നു കളഞ്ഞ്. ഇതാരാണ്? കൂൾ തന്നെയാണ് ഇത്. കണ്ട പൈറേറ്റ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഞാൻ അക്ഷിത് ബ്രോ യൂട്യൂബ് ദേ 4ാം സ്ഥാനത്ത്. ഇപ്പം ഞാൻ ദേ 2ാം സ്ഥാനം. അതെങ്ങനെ 4 നേരെ 5-ലോട്ടാണ്? ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം 2 3 സ്ഥാനമായതിനെക്കാട്ടും ഭേദം ഇത് തന്നെയാണ്. എന്നെക്കുറിച്ച് കുറേ പ്രൈവറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അവർക്കറിയില്ലല്ലോ ഞാൻ പ്രൈവറ്റ് ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ സ്കൂളിൽ തന്നെ ഈ ചങ്ങായി പൈറേറ്റ് എല്ലാമാണ്. പക്ഷേ ഈ ചങ്ങായിനെ നമ്മുടെ റീക്രട്ട് ക്രോ കൊന്നു കളഞ്ഞു. ഇപ്പോൾ റീക്രട്ട് ക്രോയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ നേരെ അറ്റാക്ക് ചെയ്ത് റീക്രട്ട് ക്രോയാണ് ഇലക്ട്രിക് ബോൾ ഗണ്ണും കൊണ്ട്. ചിലപ്പോൾ ഈ റീക്രട്ട് ക്രോ ഭയങ്കര പ്ലെയറാണെന്ന് തോന്നുന്നു ഗൈസ്. ചങ്ങായി 5 കില്ലൊക്കെ എടുത്ത് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുകയാണ്. ഇവൻ അടിപൊളി പ്ലെയറാണ്. ഒരു ജപ്പാൻകാരനുണ്ട്, അവന് ഈ റീക്രട്ട് ക്രോനെല്ലാം വലിച്ചിടുന്ന ചങ്ങായി. ഇപ്പോൾ 2-3 ദിവസമായി റീക്രട്ട് ക്രോനെ കണ്ടിട്ട്. എൻ്റെ ദൈവമേ, ഇനിയിപ്പോൾ 4 സെക്കൻഡ്സും കൂടിയുള്ള മാച്ച് കഴിയാൻ. അയ്യോ അല്ല, 3 മിനിറ്റ് 2 മിനിറ്റ് 59 സെക്കൻഡ്. എൻ്റെ ദൈവമേ, എൻ്റെ തല, ഈശ്വര, ഞാനിത് എത്ര ടൈമാണ് വോയിസ് പറയുക? എൻ്റെ ഈശ്വര, എൻ്റെ വിധി. അപ്പോൾ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നില്ല ഗൈസ്. ഞാനൊരു സാധാരണ വ്ളോഗറൊക്കെയാണ്. പക്ഷേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ പൂർണ്ണമായൊരു ഗെയിമറല്ല. ഞാൻ അൺബോക്സിങ് വീഡിയോസ്, ഗണ്ണിൻ്റെ വീഡിയോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇടുന്നുണ്ട്. എനിക്കെന്തെങ്കിലും സർപ്രൈസ് കിട്ടിയാലും ഞാൻ നിങ്ങളോടത് പങ്കുവെക്കാറുണ്ട്. ആ ബാലരമയുടെ ഒക്കെ സർപ്രൈസ് കിട്ടിയാലും ഞാനൊരു ബുക്ക് ലവറാണ്. അങ്ങനെ ഒരുപാട് ബുക്സും ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ഇത്. എനിക്ക് വേറെ കാര്യമായിട്ടുള്ളൊന്നുമില്ല. ഞാൻ ബുക്ക് വായിക്കാറുണ്ട്. ഈ റീക്രട്ട് ബ്രോ, പിന്നെ ഫൈറ്റിംഗ് റാവൻ, കൂൾ 1981, അങ്ങനെല്ലാം ഭയങ്കര പ്രോ ആണ്. അപ്പോൾ ഇവർ നിന്നല്ലെങ്കിൽ രക്ഷപ്പെടണം. എൻ്റെ ദൈവമേ, ഞാൻ ചാവാൻ പോകുന്നു. ഈശ്വര, ഞാൻ മിക്കവാറും ഈ മാച്ചിൻ്റെ പകുതിയിൽ നിന്ന് സ്കിപ്പടിച്ച് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ 151 സെക്കൻഡ് ആയതുള്ളൂ. ഇതെന്താണ് ബാക്കിലായുണ്ടോ? അല്ല, ഇതെങ്ങനെ തിരിഞ്ഞു നോക്കിയത്? അത് ഞാൻ ചത്ത്. ഞാൻ 3-4 ദിവസം കഴിഞ്ഞിട്ട് വരും മോനെ. നിൻ്റെയൊക്കെ ഇരട്ടി സെറ്റപ്പിൽ അന്ന് നീയൊക്കെ അറിയും ഈ അക്ഷിത് ബ്രോ ആരാണ്. ഈ റീക്രട്ട് ബ്രോയിലും എൻ്റെ അടുത്ത് വരും. എന്നെക്കുറിച്ച് അറിയില്ല. ഫ്രീ ഫയറിൽ വരെ പ്രോയാണ് ഞാൻ. പക്ഷേ മിനി മിലിറ്ററിയിൽ ഒരു നൂബിയായി പോയതിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെക്കുറിച്ച് എനിക്ക് പോലും അറിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുക? ഇതെങ്ങനെയാണ് ഓരോരുത്തർ മാറി? റീക്രട്ട് ക്രോ എന്താ എന്നെക്കൊണ്ട് ഈ 14 പ്ലെയേഴ്സിനല്ലേ? എൻ്റെ അമ്മ, റീക്രട്ട് ക്രോ ആളൊരു ക്രോ തന്നെയാണ്. എൻ്റെ അമ്പോ, ഫൈറ്റിംഗ് റാവൻ. ഞാൻ ഇനി ഏതായാലും ഒരാളെ പോലും കൊല്ലാൻ പോകുന്നില്ല. അക്ഷിത് ബ്രോ യൂട്യൂബായിരുന്നു, അപ്പോൾ ഒരാളെ പോലും കൊല്ലാത്തതായിരുന്നു. ഈ ഗണ്ണാണെങ്കിൽ അടിച്ച് മാറ്റാനും പറ്റുന്നില്ല. ഈ ഗണ്ണൊക്കെ വലുതായി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാന്ന് തോന്നി ഇവന്മാർക്ക്. ഞാൻ പിന്നെ പ്രൈവറ്റ് ഫസ്റ്റ് ക്ലാസ്സിൽ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഈ ഗെയിമിൻ്റെ അവസാനം
ഇനിയിപ്പോൾ ആകെ 15-14 സെക്കൻഡേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ചങ്ങായി എന്നെ കൊല്ലാൻ വന്നെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ മാറ്റിക്കോ ഗൈസ്. ആരോ എന്നെ കൊല്ലാൻ വരുന്നുണ്ട് കണ്ട. അപ്പം എൻ്റെ പേര് മാറ്റില്ല, സോറി. ഞാൻ ചുമ്മാ അതൊരു അക്ഷരത്തിൽ മാച്ച് ഓവറായി. അപ്പോൾ ഇതിൽ ജയിച്ചതാരാ? റീക്രട്ട് ഗ്രോ തന്നെ. ഒരു പ്രോ പ്ലെയറാണ് ഈ റീക്രോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ സ്കിപ്പ് അടിക്കും. ഒന്ന് പ്ലേ ചെയ്യണം. ദൈവമേ, ഇനിയും പ്ലേ ചെയ്യുന്ന ഈശ്വര ഞാൻ പെട്ട്. ഇതെത്ര ടൈമാണ് ബ്രോ? ഞാൻ പെട്ട്. ഇതിനകത്തിപ്പോൾ ഞാൻ ചത്ത് വന്നപ്പന ഹരേ കബാബുണ്ടോ? അപ്പോൾ കുറച്ച് നേരം എൻ്റെ വോയിസ് ഉണ്ടാവില്ല, കളി കാണും. ഗൈസ്, ഇതുവരെ ഒരാൾ എന്നെ മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇപ്പോൾ ദേ ഒരുത്തൻ എന്നെ നോക്കി വരുന്നുണ്ട്. അപ്പോൾ അവനെ നമ്മൾ ഇല്ലാണ്ടാക്കി കളയും. അല്ല, അവൻ എന്നെ ഇല്ലാണ്ടാക്കി കളഞ്ഞല്ലോ. റെസ്പോണിങ്. എൻ്റെ ദൈവം, ഇങ്ങനെയല്ല റെഡിക്കൂ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു സുഖം. ഇങ്ങനെ ബൂട്ടിൽ പറത്തി നടക്കാം. ഓ ബായ് മാച്ച് കഴിയാനായി. ബായ്. ദേ വീണ്ടും പോയി. എൻ്റെ അമ്പോ, ഞാൻ ദേ എയറിലായി. ഇപ്പം ഞാൻ ചാവും. അപ്പം ഞാൻ ചത്തതൊക്കെ എല്ലാവരും കണ്ടു. ഇപ്പോൾ ദേ ഞാൻ വീണ്ടും പോകും. അപ്പം നമ്മളെല്ലാവരെയും കൊല്ലും. അതാണ്. അപ്പോൾ മാച്ച് കഴിയാനായി. അപ്പോൾ മാച്ച് കഴിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ ഇഗ്നോർ അടിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് മീ അക്ഷിത് ബ്രോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളൂ. ബൈ.